സുഹൃത്തുക്കളെ, സഖാക്കളെ, നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഇപ്പം ഇന്ന് അസ് ഓഫ് നൗ ഇതുവരെയുള്ള ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഈസി വാക്ക് ഓവർ എന്നല്ല ഞാൻ പറയുന്നത്, നിഷ്പ്രയാസം ജയിക്കുന്നുള്ളതല്ല, ഒരു ടൈറ്റ് ഫൈറ്റിലൂടെ അദ്ദേഹം അവിടെയൊക്കെ ജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിന് പിന്നിലുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനകത്ത് CPM വൈദഗ്ധ്യമുള്ള ഒരാൾ പോലും സ്വരാജിൻ്റെ ക്യാമ്പിലില്ല. രണ്ട്, അൻവറാക്കും ബാബുട്ടിയാക്കും കൃത്യമായിട്ടുണ്ട്, അതിനുള്ള പറ്റുന്ന ആൾക്കാരുണ്ട് അവിടെ എന്നുള്ളതാണ്. കാരണം അവർ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാ ഡാറ്റയുണ്ട്. ഇപ്പോഴത്തെ പലയിടത്തൊരു ഡാറ്റയില്ല, ഒരു തേങ്ങയില്ല. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാരെത്ര, 60നും 70നും ഇടയ്ക്ക് പ്രായമുള്ള വോട്ടർമാരെത്ര, 40നും 60നും ഇടയ്ക്കുള്ള പ്രായമുള്ള വോട്ടർമാരെത്ര, 30നും 40നും ഇടയ്ക്ക് പ്രായമുള്ള വോട്ടർമാരെത്ര, 18 തൊട്ട് 30 വരെ പ്രായത്തിൽ നിൽക്കുന്ന വോട്ടർമാരെത്ര. ഇതൊക്കെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാലോചിക്കണം. ആ ധാരണകളൊന്നും ഓൽക്കില്ല. CPM അടുത്ത് ഒരു തേങ്ങയില്ല, ഒരു കോപ്പുമില്ല. പൈസ അങ്ങനെ ഇറക്കുന്നുണ്ട്, പൈസ അങ്ങനെ പൊടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരാജയ രാഘവനോടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പരാജയ രാഘവൻ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ 1-2 കോടി സ്വന്തം കേസിലിട്ട് കാണാൻ പോകും. പരാജയ രാഘവൻ്റെ വലങ്കൈകളായിട്ടുള്ള 1-2 ആൾക്കാരുണ്ട്, ഓലും ജില്ലാ സെക്രട്ടറി മെമ്പർമാരൊക്കെ ഉണ്ട്, ഓലും കുറച്ച് പൈസ അടിച്ചു കൊണ്ട് പോകും. പരാജയ രാഘവൻ എന്താണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നറിയോ? ഇപ്പം ഷൗക്കത്തിൻ്റെ ക്യാമ്പിനകത്ത് വളരെ കൃത്യമായി അതിന് പറ്റുന്ന ആൾക്കാരെ അവിടെ നിർത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടണം. മറ്റൊക്കെ CPM ഫ്രീ ഓഫ് കോസ്റ്റിൽ ആൾക്കാരെ ടാലൻറ്റ് കഴിവുള്ള ആൾക്കാരെ പർച്ചേസ് ചെയ്യണമെന്നേ. പൈസ ഇഷ്ടം പോലെ വന്നിക്കണമല്ലോ. ആ വന്ന പൈസയും വന്ന് പകുതി വലിച്ചുകൊണ്ട് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് അവർ അത് പറ്റിച്ചു പോകാം എന്നുള്ളതാണ്. അവരെ പോക്കറ്റിലാക്കാം, അവർക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ളത്. പരാജയ രാഘവൻ പണ്ട് MP ആയിരുന്നപ്പം എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. പരാജയ രാഘവൻ MP ആയിരുന്ന സമയത്ത് പരാജയ രാഘവൻ പറഞ്ഞത്, പരാജയ രാഘവന് വേണ്ടിയിട്ട് ഒരു പാർട്ടി സഖാവ് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അറിയാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു MLA ആയിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ് മൂപ്പര്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, വളരെ അടുത്ത സുഹൃത്താണ്, അത് ജ്യേഷ്ഠ സഹോദര തുല്യനാണ്, അതുകൊണ്ട് പേര് പറയുന്നില്ല. പക്ഷേ ഈ കക്ഷിനെ കൊണ്ട് കോൺട്രാക്ടർമാരടുത്ത് കാര്യങ്ങൾ പറയിപ്പിക്കുക, MP ഫണ്ടിൽ നിന്നുള്ള വർക്കുകൾ കൊടുക്കുമ്പം അന്ന് ഇതിലേക്ക് പോകാറില്ല. ഏതിലേക്ക്? നമ്മളെ എന്താ പറയുക, ലേലത്തിന് എന്താ പറയുക സംഭവം, എന്തോ കുന്താവട്ടെ, ഇത് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകാറില്ല. അന്ന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ഇഷ്ടമുള്ള കോൺട്രാക്ടർമാരെ അക്കോമഡേറ്റ് ചെയ്യാം, ഓൽക്ക് വർക്കുകൾ കൊടുക്കാം. 5% വളരെ കൃത്യമായി എണ്ണിപ്പറഞ്ഞ് അഡ്വാൻസ് മേടിച്ചിട്ടാണ് വർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ള ആളാണ് മൂപ്പര്. പെരണ്ടാക്കിയപ്പോൾ, തൃശ്ശൂർ പെരണ്ടാക്കിയപ്പോൾ ആ പെരയ്ക്കുള്ള മൊത്തം ഫർണിച്ചറും കോൺട്രാക്ടർമാരെ കൊണ്ടാണ് മേടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് അന്നത്തെ കാലത്ത് അന്ന് ലാൻഡ് ഫോണില്ല. ആ കാലത്ത് ലാൻഡ് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോലും അറിയാതെ ഒരു കോൺട്രാക്ടറാണ് മൂപ്പര MP കോട്ടയിലുള്ള ലാൻഡ് ഫോൺ കൊണ്ടുവന്നത്. ഞാനന്ന് പാർട്ടിക്ക് നേരെ പരാതി കൊടുക്കായത്. ആക്കെ മുങ്ങിപ്പോയി. എനിക്ക് TKMS MP ആകുമ്പോഴാണ് എൻ്റെ ലാൻഡ് ഫോൺ കിട്ടുന്നത്. അന്ന് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുറഹ്മാൻ. ഞാനന്ന് പാർട്ടി നടപടി നേരിട്ട് പുറത്തു നിൽക്കുന്ന സമയം. എന്നാൽ പോലും ഏരിയ സെക്രട്ടറി AP അബ്ദുറഹ്മാൻ അന്തരിച്ചു പോയി. അദ്ദേഹം പാർട്ടി DC മെമ്പറായിരുന്നു. പുള്ളി പറഞ്ഞു, രാജാ നിങ്ങൾക്ക് ഫോണ് വിളിച്ചാൽ പലപ്പോഴും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, റേഞ്ചിൻ്റെ കുറവുണ്ട് വീട്ടിൽ, ലാൻഡ് ഫോണില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പെര തേക്കാത്തൊരു ചെറിയ പെരയാണ്, ചെറിയ പൂരയാണ്, അതിലായ താമസിക്കുന്നത്. കാരണം ഇച്ചിരി പെര നോക്കാമെന്നുള്ള പറ്റുന്ന സാഹചര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, അപ്പം തന്നെ മൂപ്പര ഒപ്പമുള്ള ആളുണ്ടായിരുന്നു ഒന്ന് ആലമ്പിയാക്ക് അന്നത്തെ മഡൂർ ലോക്കൽ സെക്രട്ടറി, ഓഫീസ് സെക്രട്ടറി, വേറൊരു കക്ഷി ഉണ്ടായിരുന്നു. ആ കാലത്തെ പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കുക. അപ്പോൾ തന്നെ ലെറ്റർ പാൻ എടുത്തുകൊണ്ട് മൂപ്പര് കത്ത് എഴുതി തന്നു. ഞാൻ നേരെ പിറ്റേന്ന് MP ഓഫീസിൽ പോയി, TK ഹംസാഖാൻ്റെ ഓഫീസിൽ പോയി. TK ഹംസാഖാൻ്റെ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് ഷുക്കൂർ പടവണ്ടിയാണ് അവിടെ ഓഫീസ് സെക്രട്ടറി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇത് മേടിച്ചുകൊണ്ട് അങ്ങനെ എനിക്ക് ലാൻഡ് ഫോൺ കിട്ടണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ കച്ചവടം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് അത്ര അടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളതിൽ വളരെ കൂലങ്കഷമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. പരാജയ രാഘവൻ ഏതെങ്കിലും ഇലക്ഷനകത്ത് അങ്ങനെ ജയിച്ച ചരിത്രമുണ്ടോ? 89 മൂപ്പര് SFIൻ്റെ അഖിലേന്ത്യാ കൊണാണ്ടർ ആവുന്ന സമയത്ത് അന്ന് പാലക്കാട് VP സിംഗ്, ഒരു കോൺഗ്രസിനെതിരായിട്ടുള്ള തരംഗം, രാജീവ് ഗാന്ധിക്കെതിരായിട്ടുള്ള തരംഗം VP സിംഗിൻ്റെ നേതൃത്വത്തിൽ, VP സിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവരും, മുഫ്തി മുഹമ്മദ് സയ്യിദ്, VP സിംഗ്, അതേപോലെ തന്നെ
നമ്മളെ ചന്ദ്രശേഖർ ഇങ്ങനെയുള്ളൊരു മൂവ്മെന്റ് ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്, പക്ഷെ എന്നാലും നമുക്ക് ആ ചരിത്രം അറിയാം. ആ സമയത്ത് പരാജയരാഘവൻ പിന്നെ മറ്റേ വിജയരാഘവനെ പരാജയപ്പെടുത്തി പാലക്കാട് നിന്ന് കഴിച്ചിലായി പോന്നു. പക്ഷെ 91 പിന്നെയും പോയി കണ്ട് പ്ലേസ് ചെയ്തപ്പോൾ ഈ ചങ്ങായി തോറ്റുപോയി മൂപ്പര്. അത് കഴിഞ്ഞാണ്ട് പിന്നെ മൂപ്പര് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 2014 തോന്നുന്നുണ്ട്, അവിടെ പോയാണ് മത്സരിച്ച് തോറ്റില്ലേ. അത് കഴിഞ്ഞാണ്ട് പിന്നെ പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയാണ് മത്സരിച്ചു തോറ്റില്ലേ VK ശ്രീകണ്ഠനോട്. അപ്പൊ ഈ തോറ്റ ചരിത്രമുള്ള ആൾക്കാരെ കൊണ്ടുപോയി കണ്ടാണ് ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിന് അവനവന് ജയിക്കാൻ പോലും ഉള്ള തന്ത്രങ്ങൾ അറിയാത്ത ആൾക്കാരെ വേറൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി ജയിപ്പിച്ചാൽ എന്ത് കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, CPM-നകത്ത് ഇവരാണ് ഈ കോക്കസാണ് നിയന്ത്രിക്കണം എന്നുള്ളത് ബോധ്യമായപ്പം ഫണ്ട് കൈകാര്യം ചെയ്യണ പോലെയാണ്, പൈസയാണോ പോലെ പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് പോലെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലായപ്പം വേറെ കുറേ ആൾക്കാർക്ക് അതിൽ പിന്നെ പ്രതിഷേധമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിവുള്ള ആൾക്കാരോട് പോലെ കൈ തന്നെ ഉണ്ടെന്നേ. വീട്ടിൽ സ്വർണം വെച്ചിട്ടാണ് ഒരു പുറത്ത് തേടി കിടക്കണത്. ഞാൻ പറഞ്ഞല്ലോ, അൻവർ ഖാന്റെ ക്യാമ്പിലും ബാപ്പുട്ടിയാക്കാന്റെ ക്യാമ്പിലും കൃത്യമായിട്ട് അതിന് പറ്റിയ ആൾക്കാരുണ്ട്, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്, അതിവിദഗ്ധന്മാരായ ആൾക്കാരുണ്ട്. ഇപ്പൊ സതീശൻ പിന്നെ VD സതീശൻ മോശക്കാരനല്ല, പറവൂരിൽ നിന്ന് തുടർച്ചയായിട്ട് ജയിക്കുകയാണ്. പറവൂർ അങ്ങനെ ഒരു പിന്നെ കോൺഗ്രസിന്റെ കുത്തക സീറ്റൊന്നുമല്ല. അത് ജയിക്കുകയും തൃക്കാക്കരയിലും ബാക്കിയുള്ളിടത്തൊക്കെ പിന്നെ പുതുപ്പള്ളിയിലൊക്കെ ജയം ആവർത്തിക്കുകയും പാലക്കാട് പിന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും CPM-ന്റെ കുത്തക മണ്ഡലമായിട്ടുള്ള ചേലക്കരയിൽ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വൈഭവമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവിടെ ഇപ്പുറത്ത് പിൽക്കെന്ന് വെച്ചാൽ ചുളൂല് കിട്ടണം, ഒരാളുടെ സ്കില്ല് പർച്ചേസ് ചെയ്യാൻ പറ്റണം. അത്ര വലിയ ഒരു പിന്നെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ പിന്നെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓരെ കൂടെ നിർത്തുക, നക്കാപ്പിച്ച പൈസ കൊടുത്തുകാണ്ടൊന്നും അതിനന്ന് ആളെ കിട്ടൂല. സ്കില്ലുള്ളവൻ അതിന് വെക്കാൻ നിൽക്കില്ല. അതിന് പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരണം. അതിന് പറ്റുന്ന ആൾക്കാർ ഓരോ നാട്ടിൽ തന്നെ ഉണ്ട്, എനിക്കറിയാം വ്യക്തിപരമായിട്ട്. ഞാൻ ചില ഉന്നതരായ നേതാക്കന്മാരോട് സൂചിപ്പിച്ചു, നിങ്ങൾ ഇന്നാളെ ഒന്ന് പിന്നെ അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യമാവെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ വൈത്താലം എടുക്കുക. അത് പട്ടി അന്നൊക്കെ പോയ മാതിരി അവിടെ അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അത് ഏത് കാരണഭൂതം പോയിക്കാണ്ട് പ്രസംഗിച്ചിട്ടും കാര്യത്തില്ല. കാരണഭൂതം പോയാൽ 10 വോട്ട് കിട്ടാനുള്ളതും കൂടി ഇല്ലാതെയാവും സ്വരാജിന്. അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്ന സ്ഥിതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഞാൻ കാണുന്നത്. കാരണം രണ്ട് ഭാഗത്തുനിന്നും പിന്നെ അൻവർ വോട്ട് പിടിക്കും. അത് അൻവർ അങ്ങനെ വോട്ട് പിടിക്കുമ്പോൾ അത് ആര്യാടൻ പിന്നെ ബാബുട്ടിയാക്കൾക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അവിടെ കുപ്പായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നേ CPM-നകത്തും. CPM-നകത്ത് കുപ്പായിട്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് അൻവർ പിന്നെ ചില അൻവർ നിന്ന് ആര്യാടൻ ഷൗക്കത്തിന് ഗുണം ചെയ്യുന്ന ഞാൻ പറയാനുള്ള കാരണം, ആര്യാടൻ ബാപ്പുട്ടിയാക്കാനോട് ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ലാത്ത, മൂപ്പരെ പതനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഒരു അൻവർ നിന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് സ്വരാജിന് കൊടുക്കുന്നു. അൻവർ നിന്നപ്പോൾ അൻവറായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അൻവറാക്കൊക്കെ ആ വോട്ട് പോകും, അൻവറാക്ക വോട്ട് പിടിക്കും. അൻവറാക്ക വോട്ട് പിടിക്കുമ്പോൾ ഫലത്തിൽ അത് ബാപ്പുട്ടിയാക്കൊക്കെ ഗുണം ചെയ്യുക. അതായത് എങ്ങനെ വന്നാലും ബാപ്പുട്ടിയാക്ക് കിട്ടാത്തതാണ്. അപ്പോൾ അൻവറാക്ക വോട്ട് പിടിക്കുമ്പോൾ സ്വരാജിന് ഇല്ലെങ്കിൽ സ്വരാജിന് കൊടുക്കുന്നു. അപ്പോൾ ബാപ്പുട്ടിയാക്ക അതിൻ്റെ ബെനിഫിഷ്യറിയാണ്. ഇപ്പുറത്ത് CPM-ന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അൻവറാക്ക നന്നായിട്ട് വോട്ട് പിടിക്കും. നിങ്ങൾ കരുതിയത് പിന്നെ എനിക്ക് അവിടുത്തെ പൾസ് അറിയാന്നേ. എന്നാൽ ആരാളുള്ളത്? ഇത്രയും ഞാൻ മാധ്യമപ്രവർത്തകനാണെന്നുള്ള അവകാശപ്പെടുക അങ്ങനെയുള്ള സാധനം നിൽക്കില്ല. മാധ്യമപ്രവർത്തകൻ ഞാൻ ഇന്ന് വരെ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പിന്നെ മാസശമ്പളത്തിന് നാരദ ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത സമയത്ത് ഈ കൈത്തുകൂടിയിരുന്ന ലോക്കറ്റ് വരുമല്ലോ, ഞാൻ ഇന്ന് വരെ പെരെ കൊണ്ട് വെക്കാന്നല്ല ഞാൻ ഇട്ട് നടക്കില്ല. അതേസമയം ഒപ്പമുള്ള പല ആൾക്കാരും ചായ കുടിച്ചാൻ പോകുമ്പോഴും ഹോട്ടലിൽ പോയി ചോറ് കഴിക്കാൻ പോകുമ്പോഴും വീട്ടിൽ പോകുമ്പോൾ പെരേക്ക് പോകുന്ന സമയത്തും ഒക്കെ അത് ഇട്ട് നടക്കുക. പ്രസ് അത് അഭിമാനത്തോടുകൂടി വണ്ടിൻ്റെ വില പ്രസ് എന്നുള്ള ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ എനിക്ക് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തപ്പോഴും കിട്ടിയിരിക്കണം, നാരദ ന്യൂസിൽ ചെയ്യുമ്പോഴും കിട്ടിയിരിക്കണം, കൊച്ചിയിൽ. ഞാനത് ഇന്നലെ ഒട്ടിച്ചിട്ടില്ല. ഞാനായിട്ട് നിന്നാൽ മതി. ഒരു പ്രസും വേണ്ട, ഒരു കുന്തവും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇന്ന് വരെ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് വെയർ ഹൗസ് മാനേജറായിട്ട്, ഓഫീസ് മാനേജറായിട്ട്, ഡോക്യുമെന്റ് കൺട്രോളറായിട്ട് പല സ്ഥലങ്ങളിൽ പിന്നെ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ഓഫീസ് മാനേജറായിട്ട് US കമ്പനിയില്ല, വെയർ ഹൗസ് മാനേജറായിട്ട് വർക്ക് ചെയ്തത് ഒരു പിന്നെ സ്വിറ്റ്സർലൻഡ് കമ്പനിയില്ല. ആ സമയത്ത് കമ്പനിയാണ് നമുക്ക് മറ്റേ എന്താ പറയുക, മറ്റേ കാർഡ് അടിച്ചു തരുമല്ലോ, എന്താ പറയുക, വിസിറ്റിംഗ് കാർഡ്, എന്താ പറയുക, അതിൻ്റെ പേര് ഓർമ്മയിട്ടില്ല. ഈ കാർഡ് നമ്മളെ നമ്പറും കാര്യങ്ങളും നമ്മളെ പിന്നെ പ്രൊഫൈലും നമ്മളെ ഡെസ്റ്റിനേഷനും ഒക്കെ വെച്ചുകൊണ്ട് കമ്പനിയുടെ പിന്നെ എംപ്ലത്തോട് പോയിട്ട് ഞാൻ ഒരു മനുഷ്യനെ കൊടുത്തിട്ടില്ല. ഇൻ്റെ അടുത്തൊരു ഓർമ്മയ്ക്ക് വേണ്ടി അതിൽ 1-2 കോപ്പികളെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ കൊടുത്തിട്ടില്ല. കാരണം അങ്ങനെയല്ല, ഞാനായിട്ട് പിന്നെ പരിചയപ്പെട്ടാൽ മതി എന്നുള്ളതാണ് ഞാൻ കരുതുന്ന ആൾക്കാരോട്. അപ്പോൾ ഒരു തേങ്ങയല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ജേർണലിസ്റ്റുകളാണെന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ഏത് മാധ്യമപ്രവർത്തകരും നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പൾസ് ഇത്രയും കൃത്യമായിട്ട് അറിയുകയും ഈ 4 സ്ഥാനാർത്ഥികളുമായി ഇത്രയും ദീർഘകാലത്തെ ബന്ധമുണ്ടാവുകയും
അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്ക് സംശയമാണ്. പിന്നെ പറ്റും നമ്മളെ പിന്നെ പ്രശാന്ത് നിലമ്പൂരിന് ഏഷ്യാനെറ്റിൻ്റെ ലേഖകൻ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് അൻവറിനോട് പരാജയപ്പെട്ട പ്രകാശേട്ടൻ്റെ അനിയൻ പ്രകാശേട്ടൻ്റെ അനിയൻ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ചെറിയ സ്ഥാപനത്തിൽ ജോലിയും ഫൈനാൻസിസ്റ്റാണ്, അസൈൻമെൻറ്റ് കൊടുക്കുക. മാന്യനാണ്, വളരെ സൗമ്യനാണ്, ഡൗൺ ടു എർത്താണ്, അങ്ങനെയാണ്. പിന്നെ മനോരമത്തെ മഹേഷും മിടുക്കനായ പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്. വളരെ മനോരമ ന്യൂസിലെ മഹേഷ് നല്ല കനോന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രശാന്ത് ആണെങ്കിൽ അതേമാതിരി തന്നെ വളരെ മാന്യനായിട്ടുള്ള, ഒരു മനുഷ്യരോട് അഹങ്കാരത്തിനോട് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് വലിയ സംഭവമാണെന്ന് വിശ്വസിക്കാത്ത ആൾക്കാരെ ഇവർ രണ്ടാളുണ്ട്. ഓൽക്കാണ് കുറച്ചെങ്കിലും അവിടുത്തെ പൾസറിയുന്ന ആൾക്കാർ, അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും തേങ്ങ അറിയില്ല. എന്നിട്ട് ഇവിടുന്ന് കണ്ട് പൊട്ടക്കണ്ണൻ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും കുരുട്ടൻ ആനയെ കണ്ടതുപോലെ എന്നുള്ള നമ്മൾ പഴഞ്ചൊല്ല് കോട്ട് ചെയ്യുകയാണ്. ഒരു തേങ്ങ അറിയാതെ മൂത്തിടം പഞ്ചായത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ബൈക്കടവ് പഞ്ചായത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, പോത്തുകല്ല് പഞ്ചായത്ത് ഇടത്തോട്ട് തിരിഞ്ഞു, അമരമലം പഞ്ചായത്ത് വലത്തോട്ട് തിരിഞ്ഞു, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഷൗക്കത്തിൻ്റെ ജന്മനാട്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് പറയണേ. ഒരു തേങ്ങ അറിയില്ല, ഇടക്കര എന്താ സംഭവിക്കണം, മറ്റിടത്ത് എന്താ സംഭവിക്കണം, ഒരു തേങ്ങ വിൽക്കറിയില്ല. അതിന് വെറുതെ ഒന്ന് വർത്താനം പറയാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിലുള്ള സംഭവം എന്താ വെച്ചാൽ, ഇപ്പം ജോയിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പാർട്ടി കേഡർമാരെ ജോയി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി രംഗത്തിറക്കിയിട്ട്, പക്ഷേ പാർട്ടി കേഡർമാരല്ലാതെ അനുഭാവികളായി നിൽക്കുന്ന, ജോയിക്ക് വ്യക്തിപരമായി അങ്ങനെ ഒരു എന്താ പറയുക നിരന്തരമായ സമ്പർക്കമില്ലാത്ത സാധാരണക്കാരായ മലയോര കർഷകർ, കുടിയേറ്റ കർഷകർ, അങ്ങനെയുള്ള ആളുകൾ ജോയി കാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ ജോയി ഒരു MLA ആയി കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ അവർ നേരെ അവരുടെ വോട്ട് മറിച്ചുത്തും. ആ മറിച്ചുത്തൽ ചിലപ്പം അൻവറിലേക്ക് പോയിന്ന് വരും. കാരണം കുടിയേറ്റ കർഷകരുടെ വിഷയങ്ങൾ അഭിസംബോധന ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് സ്വരാജിലേക്ക് പോകാതെ അൻവറിലേക്ക് പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിന് ഗുണം ചെയ്യും. ഇവരങ്ങനെ വോട്ട് മറിച്ചു കുത്താനുള്ള കാരണം എന്താ വെച്ചാൽ, ആര്യാടൻ ഷൗക്കത്ത് തോറ്റു കഴിഞ്ഞാൽ അടുത്ത കുറി ജോയിക്ക് ആ സീറ്റ് കിട്ടുമല്ലോ എന്നുള്ള നിൽക്കാം. ജോയിനെ MLA ആയിട്ട് കാണണം എന്നുള്ളതാണ് ഓല ആഗ്രഹം. ഓല MLA ആയിട്ട് ജോയിനെ വേറെ എവിടെയെങ്കിലും ഷൂസ് ഇട്ട് കൊണ്ടുപോയിട്ട് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഞാൻ കാണുന്നത്. ജോയിൻ്റെ കുടുംബക്കാരനും കൂടിയാണ്. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കില്ല എന്നുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. രണ്ട് അൻവർ പിടിക്കുന്ന വോട്ട് പുറത്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ CPM-ൻ്റെ അടുത്ത് നന്നായിട്ട് വോട്ട് പിടിക്കുന്നേ. അൻവറിന് അവിടെ സ്വന്തമായിട്ട് ഫാൻ ബേസ് ഉണ്ട്, ആ വോട്ട് പിടിക്കും. ഇതൊക്കെ കൂടി വരുമ്പോൾ അവസാനം ഉണ്ടാകാൻ പോകുന്നത് പല അഹങ്കാരം CPM-മാർ മറ്റുപോലൊക്കെ വളരെ തന്ത്രപരമായിട്ടൊക്കെ. ഇപ്പോൾ ആകെ സ്വരാജിന് മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന് പറയാനുള്ളത് അവിടെ വിനോദും അതേമാതിരി ഗിരീഷ് കുമാറുമാണ് ഏരിയ കമ്മിറ്റി അംഗം. സ്വരാജ് ഒരു മന്ത്രിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഗിരീഷിനെ തന്നെ നിയമിക്കും. വലിയ യാതൊരു സംശയമില്ല. ഗിരീഷിൻ്റെ ഭാര്യ നല്ല എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്, ആൻമേരി കുര്യാക്കോസ്. ഇപ്പോൾ ജുഡീഷ്യൽ സർവീസിലാണ്. ആ കുട്ടീനൊക്കെ പൊളിറ്റിക്സിൽ തുടർന്നിരുന്നെങ്കിൽ നമുക്കൊരു MLA MP ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന അത്രയും കഴിവുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നല്ല പ്രാസംഗികയാണ്. നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ആൻമേരിയുടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചുപോയി. സഹോദരൻ ആ കാലത്തിൽ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി. ഒരുപാട് നൊമ്പരങ്ങളെ അതിജീവിച്ച് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ ഇവർ രണ്ടാൾ മാത്രമേ ഉള്ളൂ സ്വരാജിൻ്റെ വിശ്വസ്തർ എന്ന് പറയാൻ. വേറെ ആരും വിശ്വസ്തരല്ല. നന്നായിട്ട് അറിയാം, നല്ല ബോധ്യമുണ്ടെന്നേ. ഓരോ നെഞ്ചിരിപ്പും നിലമ്പൂരിലേക്കും തിരിച്ചറിയാം. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുപ്പായിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ അപ്പുറത്തുമുണ്ട്, CPM-ലും ഉണ്ട്. CPM-ന് കുപ്പായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഉണ്ട്. അവരാഗ്രഹം എന്താ? ഒന്ന്, ഓർക്ക് ഫണ്ട് കൈകാര്യം ചെയ്യാൻ കിട്ടുന്നില്ല. ഇപ്പം ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BM ഷൗക്കത്താക്കിയാണ്. ഞാൻ 10-30 വർഷത്തെ ബന്ധമുള്ളതാണ്. മൂപ്പര് ലോക്കൽ സെക്രട്ടറി ആകുമ്പോൾ ലോക്കൽ സെൻറ്റർ ആയിട്ട് അംഗമായി 2 ടൈം മൂപ്പര് പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ ചെറിയ പ്രായത്തിൽ. ഞാനും ഓനും ഞാൻ ക്ഷമിക്കണം, ഓനെന്നല്ല, ഞാൻ അറിയാതെ പറഞ്ഞത്. ഞാനും ഷൗക്കത്താക്കി ഒരേ ബ്രാഞ്ചിൽ നിന്നുള്ളവരാ. അന്ന് ഞങ്ങളെ ബ്രാഞ്ചിൽ ഞാനും ഷൗക്കത്താക്കി ഒരു മെയ്താക്കിൻ്റെ മകൻ മുജീബിൻ്റെ അടുത്ത് സുഹൃത്തായിരുന്നു. എന്നെക്കാൾ 1 വയസ്സിനിട്ട് 2 വയസ്സിനിട്ട് മൂപ്പുള്ളൂ. മകൻ്റെ പ്രായമുള്ളൂ എനിക്ക്. ഞാനും മെയ്താക്കിയും ഷൗക്കത്താക്കിയും കൂടി ബ്രാഞ്ച് കഴിഞ്ഞ് 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ബ്രാഞ്ചുകൾ. എൻ്റെ നാട്ടിൽ ബ്രാഞ്ചില്ല. പിന്നെ അവിടെ ബ്രാഞ്ച് ഉണ്ടാക്കുന്നത് ഞാനാണ്. ഗ്രൂപ്പ് കമ്മിറ്റി ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നു. ഗ്രൂപ്പ് കമ്മിറ്റിൻ്റെ കൺവീനർ ഞാൻ LC മെമ്പറായിരിക്കുന്നു. പിന്നെ ബ്രാഞ്ച് ഉണ്ടാക്കണം. ഇപ്പോൾ നല്ല ശക്തമായിട്ട് ആ വാർഡനെ കുറേ കാലങ്ങളായിട്ട് കുത്തകയായിട്ട് CPM പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ ഫൈറ്റ് ചെയ്ത് വന്നാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ വെച്ചാൽ, ഈ ഷൗക്കത്താക്ക അതിൻ്റെ കൺവീനറായി വന്നപ്പം ആദ്യം ചുമതല ഉണ്ടായിരുന്നത് സ്വരാജിനാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയായപ്പോൾ ഷൗക്കത്താക്കയ്ക്കാണ് ചുമതല കൈമാറുന്നത്. ആ ഷൗക്കത്താക്ക ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം
അവിടുത്തെ ബാക്കിയുള്ള DC മെമ്പർമാർക്കോ അല്ലെങ്കിൽ ഏരിയ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ പിന്നെ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീമിനോ ഒന്നും അവിടെ റോളില്ല. അങ്ങനെ റോളില്ലാതെ വരുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന പ്രതിഷേധമുണ്ട്. എനിക്ക് മനസ്സിലാക്കുന്നത് പിന്നെ അടുത്ത തവണ ഇത്തവണ സ്വരാജ് തോറ്റാൽ അടുത്ത തവണ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകാം എന്ന് കരുതുന്ന ഒരു 3 പേര് CPM-നകത്തുണ്ട്. CPM-ലെ പ്രബലരായ നേതാക്കന്മാർ. അവരതുകൊണ്ട് തന്നെ ഇത്തവണ സ്വരാജ് തോറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇവിടുത്തെ വിവരങ്ങൾ പകൽ മുഴുവൻ അവരൊപ്പം പണിയെടുത്തിട്ട് രാത്രി അതാത് വിവരങ്ങൾ ഇന്ന് സ്വരാജ് ഏതൊക്കെ പ്രമുഖരെ കണ്ടു, എന്തൊക്കെയായിരുന്നു ക്യാമ്പയിൻ്റെ പിന്നെ ഒരു തീം, നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ അതാത് സമയത്ത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വാർ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ള വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ആര്യാടൻ ഷൗക്കത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നാളെ ചിത്രം മാറാം, പലതും മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഷാപ്പി കീപ്പി പൂങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള കോപ്രായത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വീഡിയോ ആയിട്ട് അധികം വൈകാതെ തന്നെ മിക്കവാറും നാളെ രാവിലത്തേക്കാവും ഞാൻ അറിയുക. നാളെ രാവിലെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ഇട്ടുന്ന് വരും. കാരണം പാനി തോന്നിയാസാണ് കാട്ടിയത്. ആരുടെ സുഖത്തിൽ കിട്ടാനുള്ള 5000 വോട്ട് പോലും കളഞ്ഞു. എന്തിനാണ് ഈ ചെങ്ങൈമാരെ കൂടെ കൊണ്ടുവന്നിട്ടതെന്ന് അറിയില്ല. ഐറ്റങ്ങളൊക്കെ വല്ല നാസേൻ്റെക്ക് വായിക്കുന്ന പേടകത്തിൽ അവർക്ക് പറഞ്ഞയച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടും, ആര്യാടൻ ഷൗക്കത്ത് കഴിച്ചിലായി പോകും. ഇപ്പം എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു മേൽക്കൈ മണ്ഡലത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടൈറ്റ് ഫൈറ്റ് തന്നെയാണ്, എന്നാൽ തന്നെയും ഒരു അപ്പർ ഹാൻഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.